സുപ്രീം കോടതി പരാമർശം വന്നു. നമ്മളതിലേക്ക് അത്ഭുതമൊന്നുമില്ല, നമ്മളെ പ്രതീക്ഷ തന്നെയാണ്. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണം അത് ഉമീദ് ആക്ടിനും അഥവാ 2025 വഖഫ് അമെൻമെൻറ്റ് ആക്ടിന് 1995 വഖഫ് ആക്ടിന് ഘടകവിരുദ്ധമായിരുന്നു. അതിൽ പരാമർശിക്കാത്ത, അതിൽ പ്രതിപാദിക്കാത്ത കാര്യമാണ് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സുപ്രീം കോടതി ലിഫ്റ്റ് ചെയ്തു. അതിനകത്ത് പറഞ്ഞ പ്രധാന കാരണം, ഞങ്ങൾ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ട കാര്യം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിലുണ്ടായിരുന്നു, ബോർഡിന് മീതെ ഒരു ഗവൺമെൻറ് സെക്രട്ടറി ഒരു അഡ്മിനിസ്ട്രേറ്ററായി വർക്ക് ചെയ്യും എന്നുള്ളത്. അത് എടുത്തു കളയലാണ് നമ്മുടെ ഒന്നാമത്തെ ആവശ്യമുണ്ടായിരുന്നത്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് എടുത്തു കളഞ്ഞു. ബോർഡ് സ്വതന്ത്രമാണ് പ്രവർത്തിക്കാൻ. പക്ഷേ അത് കൂടാതെ വേറെയും 1-2 കണ്ടീഷനുകളുണ്ടായിരുന്നു. മേജർ പോളിസി ഡിസിഷൻ എടുക്കരുത് എന്ന് പറയുന്ന, അതുപോലെ മറ്റൊരു കാര്യമുണ്ടുള്ളത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുത്തേണ്ടതില്ല. ഈ 2 കാര്യങ്ങളുണ്ട്. അത് നാളെ ഹൈക്കോടതിയിൽ വരുന്നുള്ളതുകൊണ്ട് അതിലിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഹൈക്കോടതിയോട് അത് അനുഭാവപൂർവ്വം വേഗത്തിൽ പരിഗണിക്കാനും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോർഡിൻ്റെ പരാതി അതോടുകൂടി അവസാനിച്ചു. ബോർഡ് ഇവിടെയുണ്ടായ വിഷയങ്ങളിലൊന്നും ബോർഡ് കക്ഷിയല്ല. സത്യത്തിൽ ഇത് ഉണ്ടാക്കിയെടുത്തൊരു പ്രശ്നമാണ്. വഖഫ് ബോർഡ് വളരെ സ്മൂത്തായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ വഖഫ് ബോർഡ്, അഥവാ കഴിഞ്ഞ UDF ഗവൺമെൻറ് ഉള്ള കാലത്ത്, LDF ഗവൺമെൻറ് വന്ന കാലത്ത് 2016 തന്നെ ഒരു വഖഫ് ബോർഡ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. UDF വെച്ച വഖഫ് ബോർഡ്. അത് 2019 വരേക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ വർക്ക് ചെയ്തു. ആ ഗവൺമെൻറ് അതിലിടപെട്ടേ ഇല്ല, ഫ്രീ ആക്കി വിടുകയായിരുന്നു. അത് വർക്ക് ചെയ്യാനുള്ള സ്റ്റാറ്റ്യൂട്ടറി സ്വഭാവം പരിഗണിച്ചുകൊണ്ട് തന്നെ വിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ഈ വഖഫ് ബോർഡിനെയും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ അനാവശ്യമായി ഇതിൽ കൈകടത്തുകയായിരുന്നു. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ്, നെല്ല് കാണാത്ത കോഴി അരി കണ്ട പോലെ ആയിരുന്നു ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഓരോ കാര്യത്തോട് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെപ്രാളം കാണിച്ചു പോയി. പക്ഷേ കോടതിയിൽ അവർ ആവശ്യപ്പെട്ടു, സെക്ഷൻ 14 അനുസരിച്ചുള്ള 2 നോൺ മുസ്ലിങ്ങളെ അടക്കം വെച്ചിട്ടുള്ള 11 അംഗ പൂർണ്ണ കമ്മിറ്റി വേണം. അതുകൊണ്ട് അതില്ലാത്തതിനാൽ ഇത് ഒഴിവാക്കണമെന്നായിരുന്നു. അത് ഹൈക്കോടതിയിൽ ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായ AG സർക്കാരിന് വേണ്ടി പറഞ്ഞു, ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതാണിത് വിഷയമുള്ളത്, ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും കോടതി ചോദിച്ചു, നിങ്ങൾ പെറ്റീഷനെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്ന് ചോദിച്ചു. യെസ്, വി ആർ സപ്പോർട്ടിങ് പെറ്റീഷൻ എന്ന് എടുത്ത് ഗവൺമെൻറ്റിന് വേണ്ടി AG പറയുകയാണ്. എന്താണ് പെറ്റീഷൻ? അന്ന് ഷോൺ ജോർജിൻ്റെ പെറ്റീഷനാണ് അവിടെ പരിഗണിക്കുന്നത്. ബാക്കി 3 എണ്ണം ഉണ്ട്. അതിൽ ആദ്യത്തെ പെറ്റീഷൻ നമുക്ക് ഷോൺ ജോർജിൻ്റെയാണ്. അതിൽ പറയുന്നത് 2 അമുസ്ലിം അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി 11 അംഗ പൂർണ്ണ ബോർഡിന് പറയണം. അതില്ലാത്തത് കൊണ്ട് നിലവിൽ ഡിസ്ക്വാളിഫൈ ചെയ്യണം. ഇതായിരുന്നു ആ പെറ്റീഷൻ. അതിലാണ് സർക്കാർ അതിനെ അംഗീകരിച്ച് പറഞ്ഞത്. അതിനു മുമ്പ് വിഷയമൊന്നുമില്ലാതെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഭൂതത്തെ ആദ്യം കുടത്തിൽ നിന്ന് തുറന്നു വിടുന്നത് 2-ാം തീയതിയാണ്. 2/6/2026 ഒരു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരു അസ്ഹർ എന്നൊരു വ്യക്തി ഗവൺമെൻറ്റിൽ ആദ്യം കൊടുക്കുകയാണ്, ഒരു പരാതി കൊടുക്കുന്ന സർക്കാരിന്. ആ പരാതിയിൽ പറയുന്നുണ്ട്, സെക്ഷൻ 14 അനുസരിച്ചുള്ള 11 അംഗ പൂർണ്ണ കമ്മിറ്റി അല്ല വന്നിട്ടുള്ളത്, ബോർഡല്ല വന്നിട്ടുള്ളത്. അതുകൊണ്ട് 3-4 ആളുകളെയൊക്കെ ഒഴിവാക്കാനുമുണ്ട്. അതിനുശേഷം പരിപൂർണമായ ഒരു ബോർഡിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് അതിലാവശ്യപ്പെടുകയാണ്. അത് ഒരു സജൽ എന്ന വക്കീൽ മുഖേന അദ്ദേഹം ഇതിൻ്റെ കോപ്പി വെച്ച് ഹൈക്കോടതിയിലേക്ക് കൊണ്ടുവരുന്നു, റിട്ട് ഓഫ് മാൻഡമസിൽ. എന്നിട്ട് പറയുന്നു, എൻ്റെ കക്ഷി അഥവാ അസ്ഹർ പെരുമുക്ക് ഗവൺമെൻറ്റിൽ കൊടുത്തിട്ടുള്ള ആ പരാതി പരിഗണിച്ച് ഉത്തരവാകാൻ സർക്കാരിനോട് ആവശ്യപ്പെടണം എന്ന് കോടതിയോട് പറയുകയാണ്. ഇത് കോടതി തള്ളിക്കളഞ്ഞു. എന്നിട്ട് കോടതി പറഞ്ഞു, അത് റിട്ട് ഓഫ് മാൻഡമസാണ്, നീ PIലോട്ട് വന്നോളാൻ പറഞ്ഞു, പില്ലോട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായിട്ട് വന്നോളാൻ പറഞ്ഞു. ആ സാഹചര്യത്തിലാണ് ഷോൺ ജോർജ് ഇതിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന റിട്ട് ഓഫ് ഒരു PIലോട്ട് വരുന്നു, ഹൈക്കോടതിയിൽ വരുന്നു. ആ PIയിലാണ് ബാക്കി വിഷയങ്ങളൊക്കെ കടന്നത്. അതിനുശേഷം വേറെ ഒരു PIയിലും കൂടി വന്നു, ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഒരു പൊതു താൽപ്പര്യ ഹർജി, മറ്റൊന്നും കൂടി വന്നു കോടതിയുടെ മുമ്പിൽ. അത് ക്രിസ്ത്യൻ മിഷണറീസ് ഓഫ് ചർച്ച് ട്രസ്റ്റൊക്കെ പറഞ്ഞ ഒരു സംഘടനയായിരുന്നു, ഒരു കാസ അനുകൂല സംഘടനയായിരുന്നു. അവർ വന്നു, ഇത് വഖഫ് ബോർഡിലുള്ള ഈ കുറവ് 2 അമുസ്ലിങ്ങളുടെ പരിഹരിക്കണമെന്നാണ് അതിലും ആവശ്യപ്പെടുന്നത് അവർ പറയുന്നത്.
അതും സർക്കാർ സപ്പോർട്ട് ചെയ്തു. അതുകൂടെ തന്നെ മറ്റൊരു ലിറ്റിഗേഷൻ കൂടി വന്നു. അത് വന്നത് ഒരു സ്റ്റാലിൻ ദേവൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്, സംഘപരിവാര ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനും സങ്കടം വഖഫ് ബോർഡിൻ്റെ കാര്യത്തിലാണ്. അദ്ദേഹത്തിനും ഈ പെറ്റീഷനാണ് കോടതിയുടെ മുമ്പിലുള്ളത്. അന്ന് തന്നെ സംസ്ഥാന ലീഗിൻ്റെ സെക്രട്ടറി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഷോൺ ജോർജിൻ്റെ പെറ്റീഷനല്ല ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞു. പിന്നെ ഏതാണെന്ന് പറയണല്ലോ, ഇതൊക്കെ അതിൽ പെട്ടാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഏതാവും? ഒന്നില്ലെങ്കിൽ സ്റ്റാലിൻ ദേവൻ്റേതായിരിക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറീസ് മറ്റേ അസംബ്ലീസ് ഓഫ് ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറഞ്ഞ സംഘടനയുടേതായിരിക്കണം. ഇതിലേതെങ്കിലും ഒന്നായിരിക്കണമല്ലോ. എന്തായിരുന്നാലും അനാവശ്യമായ ധൃതി കാണിച്ചു, ഒരു ഹോംവർക്ക് ഇല്ലാതെയായി പോയി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. എന്തായിരുന്നാലും ഈ സമയത്ത് ഇതിൽ കൂടുതലൊന്നും പറയാൻ നിർവാഹമില്ല. നാളെ ഹൈക്കോടതി ഇത് പരിഗണിക്കുകയാണ്. ഹൈക്കോടതി അതിൻ്റെ മെറിറ്റിലേക്ക് വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഞങ്ങളെ കേൾക്കാതെ, ബോർഡിനെ കേൾക്കാതെയാണ് ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുണ്ടായത്. ബോർഡിനെ കേട്ട് ഹൈക്കോടതി നാളെ വിധി പറയാനിരിക്കുകയാണ്. അതുകൊണ്ട് ബോർഡ് ഇതിലൊന്നും ഉത്തരവാദിയല്ല. ആരെ വെക്കണോ ആരെ മാറ്റണോ എന്നൊന്നും ബോർഡിൻ്റെ തീരുമാനമല്ല. അതൊക്കെ ഗവൺമെൻറ്റുകളുടെ തീരുമാനമാണ്. എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് അതത് വഖഫ് ബോർഡുകളെ ഉണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ ഡൽഹിയിലാണെങ്കിൽ അവിടുത്തെ യൂണിയൻ ടെറിട്ടറിയാണ് അവിടെ നടത്തേണ്ടത്. അവരാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടത്. അത് ബോർഡിൽ അതിലൊന്നും ഉത്തരവാദിയല്ല. അത് നിർമ്മിക്കേണ്ടത്, നോമിനേറ്റ് ചെയ്യേണ്ടത്, അപ്പോയിൻറ്റ് ചെയ്യേണ്ട അതോറിറ്റി കാലാകാലങ്ങളിൽ ചെയ്യുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവർ മാത്രമാണ് അതിൻ്റെ ഉത്തരവാദി. ബോർഡ് അതിന് മാറ്റും. അതെ, ആ താല്പര്യം എന്താണെന്നുള്ളത് നിങ്ങളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ ആളുകളായതുകൊണ്ട് നിങ്ങളും ആലോചിച്ചോളൂ എന്താണ് അവരുടെ താല്പര്യം എന്നുള്ളത്. മുനമ്പം വിഷയം തുടങ്ങിയതിനു ശേഷമുള്ള വിഷയം ഉണ്ടായത്. മുനമ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സർക്കാരിനോട് പറഞ്ഞിരുന്നു, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബാധ്യതയാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. അത് വഖഫ് സ്വത്താണെന്നുള്ളത് ആധാരത്തിൽ 2-3 തലം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. കോടതികളും അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. പിന്നെ അത് ഉമ്മീദ് പോർട്ടലിൽ കയറ്റാതിരിക്കാൻ കഴിയില്ലോ. അത് അപ്ലോഡ് ചെയ്തത് നിയമപരമായ ബാധ്യത നിർവഹിച്ചതാണ്. അതാണ് വിദ്വേഷമാണെങ്കിൽ അതാണ്. അതിനെ അല്ലാത്ത വേറൊരു വിദ്വേഷം കാണുന്നില്ലല്ലോ. വഖഫ് ബോർഡിനെ എതിർക്കുകയോ എതിർക്കാതിരിക്കുകയോ എന്നുള്ളത് ഞങ്ങളുടെ ലിമിറ്റിൻ്റെ പെട്ടതല്ല. ഞങ്ങളൊക്കെ വഖഫ് ബോർഡ് എന്നത് ഈ ഉമ്മീദ് ആക്ടിൻ്റെ അല്ലെങ്കിൽ വഖഫ് ആക്ടിൻ്റെ ഒരു ഉൽപ്പന്നമാണ്, ഒരു പ്രോഡക്റ്റാണ്. അങ്ങനെയൊന്നും അത് പറഞ്ഞു. അതൊക്കെ പിന്നെ ഈ അജണ്ട മാറ്റി സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല ആളുകളും ഇവിടെ നാളെ അല്ല അതിൻ്റെ ശേഷം പറയുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ 2 വരികൾ താഴേക്ക് വായിക്കൂ. അതിൻ്റെ 2 വരികൾ താഴേക്ക് അതിൻ്റെ 2 വരി സെക്ഷൻ 14 പ്രകാരം എല്ലാ അപ്പോയിൻമെൻറ്റും സെക്ഷൻ 14 എന്ന് പറഞ്ഞാൽ അതിൽ ചെയർമാനും പെട്ടു, എല്ലാവരും പെട്ടു, 11 അംഗങ്ങളും പെട്ടു, ഒക്കെ പെട്ടു. എല്ലാ കാറ്റഗറീസും സെക്ഷൻ 14 പെടുന്നത്. ആ സെക്ഷൻ 14 പ്രകാരമാണ് എല്ലാ അപ്പോയിൻമെൻറ്റും നടക്കുന്നത്. ആ 14 പ്രകാരം ചെയ്യാമെന്നാണ് ഗവൺമെൻറ് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളത് ചെയ്യണമെന്നുള്ളത് അത് ഞങ്ങളുടെ ബാധ്യതയല്ലാതെ അത് പറഞ്ഞിരിക്കുന്നത് അത് സർക്കാരാണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും ബോർഡിന് അധികാരമില്ല. അല്ല ബോർഡ് അല്ല അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. നാളെ ഹൈക്കോടതിയിൽ ഇതിൻ്റെ വിസ്താരം വരുന്ന സമയമാണ്. അതുകൊണ്ട് അതിൻ്റെ കോടതിക്ക് പുറത്തൊരു വിസ്താരം ഇപ്പോൾ നടക്കേണ്ട. അത് അവിടെ ഞങ്ങളോട് പറയും. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ഞങ്ങളൊക്കെ വിവിധ സംഘടനകളിലുണ്ട്. ബോർഡിൻ്റെ പുറത്താണ് ഞങ്ങളെങ്കിൽ ബോർഡിൻ്റെ പുറത്ത് ഞങ്ങൾക്ക് ആ സംഘടനയുടെ നയങ്ങളും ആയിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. അല്ല ഞങ്ങൾ ബോർഡിൻ്റെ പുറത്ത്, ബോർഡിൻ്റെ ഉള്ളിൽ ബോർഡ് ഈ നിയമത്തിൻ്റെ പ്രോഡക്റ്റാണ്. അതുകൊണ്ട് ഈ നിയമത്തിൻ്റെ പ്രോഡക്റ്റായ ഈ നിയമത്തിൻ്റെ ഉൽപ്പന്നമായ ബോർഡിന് ആ നിയമത്തെ കാര്യം മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഹൈക്കോടതിയിൽ നാളെ വരുമ്പോൾ അവിടെ ഞങ്ങൾ പറയും. ഓക്കെ, ഇതൊക്കെ എല്ലാം നടക്കുന്നത് വഞ്ചനയാണ്. എഴുതി കൊടുത്തത് തള്ളണമെന്ന് ഒരിക്കൽ എഴുതി കൊടുത്തു. അവിടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത്രയൊരു വിരോധാഭാസം കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അതും ഹൈക്കോടതി പറഞ്ഞ് GP നേരിട്ടാണ് പോയി പറയുന്നത്. AG നേരിട്ടാണ് ഹൈക്കോടതിയിൽ പറയുന്നത് ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എഴുതി കൊടുത്തത് ഇങ്ങനെയാണെന്നും പറഞ്ഞു. പിന്നെ മറ്റേ മന്ത്രി പറഞ്ഞു, റവന്യൂവിൻ്റെ മന്ത്രി പറഞ്ഞു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അങ്ങനെ ഒരു സാധനം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു.
പിന്നെ അത് ഞാൻ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ആകെ കൂടിയും ഒരു കൺഫ്യൂഷനാണ് നടക്കുന്നത്. എന്തോ ഒരു നിഗൂഢതയുണ്ട്. ആ നിഗൂഢത നിങ്ങൾ അവരുമായി ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ്. തൽക്കാലം നിർത്തട്ടെ. താങ്ക്സ് ഓൾ.